നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ കുറേ സ്വപ്നം കണ്ട ആ ഒരു സംഭവമാണ് MBBS എത്തുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ടൈമിൽ ഇതുപോലെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ റെസിഡൻഷ്യൽ ബാച്ചിൽ ചേരുമ്പം എനിക്ക് വളരെ ആശങ്കയുണ്ടായിരുന്നു. കാരണം സ്കൂളും എൻട്രൻസും എങ്ങനെ കൊണ്ടുപോകണം. പക്ഷേ അത് രണ്ടായിട്ട് കാണുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. സ്കൂളിൽ പഠിക്കുന്നത് തന്നെയാണ് നമുക്ക് ബ്രില്യൻ്റ് ആവശ്യമുള്ളത്. വിജയിക്കണമെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവും. നമുക്കിപ്പോൾ എവിടെയാണ് തെറ്റ് പറ്റി അതൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ബ്രില്യൻ്റിലായാലും പാരൻസുമായിട്ട് സംസാരിക്കാം. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ കോഴിക്കോട്ടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു അത് കണ്ടപ്പോൾ. അപ്പോൾ നല്ല ഹാപ്പിനെസ് ആൻഡ് പ്രൗഡ്. പക്ഷേ അത് രണ്ടായിട്ട് കാണുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. സ്കൂളിൽ പഠിക്കുന്നത് തന്നെയാണ് നമുക്ക് ബ്രില്യൻ്റ് ആവശ്യമുള്ളത്. അതും ഒരു സീംലെസ് ആയിട്ട് നമുക്ക് ഒരു പ്രോബ്ലം വരാത്ത രീതിയിലാണ് ബ്രില്യൻ്റ് അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഐഡിയ ആയിരുന്നു. അവൾ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഈ വർക്ക് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇരുന്ന് ചെയ്യും. പക്ഷേ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സും നമ്മുടെ മെൻറ്റേഴ്സ് തന്നെയാണ്. എപ്പോൾ ഒരു പ്രശ്നം വന്നാലും ഓടിച്ചെല്ലാം നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ മാക്സിമം ആ സമയത്ത് നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഫൈനൽ എക്സാം നീറ്റ് എത്തുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ (2025) MBBS പ്രവേശനത്തിൽ കേരളം കണ്ടത് സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റമാണ്. ആകെ 110 സീറ്റുകളുള്ള മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 80-ലധികം സീറ്റുകളും ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. അതെ, മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സിംഹഭാഗവും ഇന്ന് ബ്രില്യന്റിന്റെ വിദ്യാർത്ഥികളാണ്. നീറ്റ് പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. നീറ്റ് പഠനത്തിന്റെ സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കണം? എങ്ങനെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്താം? അസാധ്യമായത് ഒന്നുമില്ലെന്ന് തെളിയിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഈ ഫ്യൂച്ചർ ഡോക്ടേഴ്സിന് നിങ്ങളോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ അനുഭവങ്ങൾ, അവരുടെ വിജയതന്ത്രങ്ങൾ. Over to the future doctors of Manjeri. Let's listen to them. നമസ്കാരം. നമ്മൾ ഇന്ന് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് നിൽക്കുന്നത്. ഈ സുന്ദര സായാഹ്നത്തിൽ നമ്മോട് കൂടെയുള്ളത് ബ്രില്യന്റിൽ നിന്ന് പഠിച്ചിറങ്ങി 2025 നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുറച്ച് മിടുക്കികളാണ്. നമുക്ക് ആദ്യം തന്നെ അവരൊന്ന് പരിചയപ്പെടാം. മോളുടെ പേരെന്താ? ഞാൻ നിദാന ഫീസ. ഞാൻ തൃശ്ശൂർ ബ്രില്യനിലാണ് നീറ്റിനെ പ്രിപ്പയർ ചെയ്തത്. എൻ്റെ നാട് പാലക്കാടാണ്. ഞാൻ റാനിയ മുഷ്താഖ്. ഞാൻ ഇവിടെ മലപ്പുറമാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്തത് കോട്ടക്കൽ സെൻറ്ററിലായിരുന്നു. എൻ്റെ പേര് ദേവിക, സ്ഥലം തിരുവനന്തപുരമാണ്. ഞാൻ പാലാ സെൻറ്ററിലാണ് റിപ്പീറ്റ് ചെയ്തത്. എൻ്റെ പേര് ഷാദിയ. ഞാൻ താമരശ്ശേരി റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു. വീട് കോഴിക്കോടാണ്. സോ എല്ലാവരുടെയും ഫസ്റ്റ് ഇയർ ആണല്ലേ. സോ നിങ്ങളുടെ സ്വപ്നമായിരിക്കുമല്ലോ MBBS എന്നുള്ള ഒരു ഡ്രീം എന്നുള്ളത്. അത് അച്ചീവ് ചെയ്ത് ഇവിടെ നിൽക്കുക. അപ്പം ഫസ്റ്റ് ഇയർ ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങളുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ എക്സ്പെക്ടേഷൻ അനുസരിച്ചാണോ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ക്ലാസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് മാസമായി. ഞങ്ങൾക്ക് ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് ഇയർ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ കുറേ സ്വപ്നം കണ്ട ആ ഒരു സംഭവമാണ് MBBS എത്തുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ടൈമിൽ ഇതുപോലെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഞാൻ ഇന്നലെ കോഴിക്കോട്ടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു അത് കണ്ടപ്പോൾ. അപ്പോൾ നല്ല ഹാപ്പിനെസ് ആൻഡ് പ്രൗഡ്. ഐ ഫീൽ സോ പ്രൗഡ്. ഇവിടെ ഇപ്പം ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞതിൽ ബ്രില്യനോട് ഒരുപാട് നന്ദിയുണ്ട്. വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പം മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങിയെന്നറിയാം. അപ്പോൾ ഞങ്ങളും ആ സമയത്ത് ഭയങ്കര സ്ട്രെസ് എടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ച ഒരു കോളേജിൽ തന്നെ പഠിക്കാൻ പറ്റി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദേവിക പറഞ്ഞ പോലെ തന്നെ എനിക്കും അഭിപ്രായമുള്ളത്. ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ബ്രില്യനോട് വളരെയധികം താങ്ക്സ് പറയണം. പിന്നെ ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ആ വൈറ്റ് കോട്ടൊക്കെ ഇടുന്നത് കുറേ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ലാബും നമുക്ക് ഡിസെക്ഷൻ ഹാൾ
ഇപ്പം ഓൾമോസ്റ്റ് ഹെഡ് ആൻഡ് നെക്ക് വരെ എത്തി. ഇനി ആകെ കുറച്ച് ടോപ്പിക്സും കൂടിയേ ഉള്ളൂ. അപ്പം ഇത്രയും പെട്ടെന്ന് ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് പോകുമെന്നുള്ള ഒരു സങ്കടത്തിലാണ്. അപ്പം വളരെ സന്തോഷത്തിലും ഹാപ്പി ആയിട്ടാണ് ഇവിടെ നമ്മൾ ജീവിച്ചത്. സോ മോള് റെസിഡൻഷ്യൽ ബാച്ച് ആയിരുന്നു അല്ലേ? സോ അപ്പം അവിടുത്തെ ഉണ്ടായിരുന്ന ഒരു പഠന രീതി ഇപ്പം ബ്രില്യൻ്റിലെ ആണെങ്കിലും സ്കൂളിലേക്ക് ആണെങ്കിലും ഒരു പഠന രീതി എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ റെസിഡൻഷ്യൽ ബാച്ചിൽ ചേരുമ്പം എനിക്ക് വളരെ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം സ്കൂളും എൻട്രൻസും എങ്ങനെ കൊണ്ടുപോകണം. പക്ഷെ അത് രണ്ടും രണ്ടായിട്ട് കാണുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. സ്കൂളിൽ പഠിക്കുന്നത് തന്നെയാണ് നമുക്ക് ബ്രില്യൻ്റിൽ ആവശ്യമുള്ളത്. അതും ഒരു സീംലെസ് ആയിട്ട് നമുക്ക് ഒരു പ്രോബ്ലം വരാത്ത രീതിയിലാണ് ബ്രില്യൻ്റ് അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അവസാനം ആകുമ്പോഴത്തേക്കും നമുക്ക് ബോർഡ് എക്സാമും ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാംസും ഒരുമിച്ച് വരുമ്പം നമ്മൾ വിചാരിക്കും ഭയങ്കര ഒരു ടെൻസ്ഡ് ആയിരിക്കുന്നു. പക്ഷേ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സും നമ്മുടെ മെൻറ്റേഴ്സ് തന്നെയാണ്. എപ്പോൾ ഒരു പ്രശ്നം വന്നാലും ഓടി ചെല്ലാൻ നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്തായിരുന്നു. പിന്നെ ബോർഡ് എക്സാമായിട്ട് ഇങ്ങനെ ഷെഡ്യൂളിംഗ് കോൺഫ്ലിക്റ്റ് ഒക്കെ വരുമ്പം നമുക്കായിട്ട് റെസിഡൻഷ്യൽ ബാച്ചിനായിട്ട് ബ്രില്യൻ്റ് എക്സാം റീഷെഡ്യൂൾ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടും ഒരു എക്സാം പോലും നമുക്ക് മിസ് ചെയ്യാണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനായിട്ടുള്ള ആൻസർ ഡിസ്കഷനും കീ ഡിസ്കഷനും പിന്നെ റാങ്ക് അനാലിസിസ് ഒക്കെ വരുമ്പം എപ്പോഴും അത് നമുക്ക് മോട്ടിവേഷനും ആൻഡ് ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ ഫോർ അസ് ടു ലേൺ. ഓക്കെ. സോ ഇപ്പം മോളിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം മോൾക്കാണെങ്കിൽ എങ്ങനെയാണ് ബ്രില്യൻറ്റിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ മോൾ റിപ്പീറ്റർ ആയിരുന്നില്ലേ പാലായിൽ? അപ്പം അവിടുത്തെ ഈ റെഫറൻസിനാണെങ്കിലും അല്ലെങ്കിൽ ലൈബ്രറി ഒക്കെ ആണെങ്കിലും ഇത് എത്രത്തോളം മോളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിലുള്ള ഒരു ഫെസിലിറ്റീസ് ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ ഫസ്റ്റ് +1 +2 കൂടെ തന്നെ ലോങ് ടേം പ്രോഗ്രാമിലുണ്ടായിരുന്നു, ട്രിവാൻഡ്രം സെൻ്ററിലായിരുന്നു. അപ്പോൾ ആ വർഷം 24 കിട്ടാത്തത് കൊണ്ട് എന്തായാലും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നേരെ പാലാ സെൻറ്ററിൽ തന്നെ പോയിക്കോന്ന് പറഞ്ഞാൽ അവിടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ക്ലാസ്സും എല്ലാം അത്യാവശ്യം വളരെ നന്നായിട്ട്, പിന്നെ ഈ ഓൺലൈൻ വീഡിയോസും ടാബിലൊക്കെയുള്ള വീഡിയോസും അതൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാണാനും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഈ ടോപ്പിക്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൂടുതൽ റെഫറൻസിന് പോയി തുടങ്ങിയത്. അപ്പം ഹോസ്റ്റലിൽ നിന്ന് ടൈം വേസ്റ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട് റെഫറൻസിന് പോവുക. അവിടുന്ന് തന്നെ അപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കാമല്ലോ, ബുക്ക് എടുത്തിട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ റെഫറൻസ് സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമുക്കപ്പോൾ ആ ടൈം വേസ്റ്റായി പോകും എന്നൊരു വിഷമം ഉണ്ടായിട്ടില്ല. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ്. അതെ, റെഫറൻസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ PYQ ക്വസ്റ്റ്യൻ ബുക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാക്സിമം ചെയ്ത് നോക്കുക. അതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ മോള് കുറച്ച് മുന്നേ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം ഈ സമയം സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമായിരുന്നു, ഇപ്പം നല്ല റിലീഫ് ഉണ്ടെന്ന്. അപ്പം കഴിഞ്ഞ വർഷം ഈ സമയത്ത് മോഡൽ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മോൾ എങ്ങനെയായിരുന്നു അത് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്? മോൾ എങ്ങനെയാണ് ഇപ്പം മോഡൽ എക്സാം എല്ലാം ഈസി ആയിരിക്കത്തില്ലല്ലോ, ബ്രില്യൻ്റ് മോഡൽ എക്സാം ആകുമ്പോൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും വരിക, കാരണം നിങ്ങളെ എക്സാമിന് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു സമയത്തെ ടെൻഷനും കാര്യങ്ങളും മോർ ഓവർ എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് മോഡൽ എക്സാംസിന്? മോഡൽ എക്സാംസ് ചില ദിവസങ്ങൾ എളുപ്പമുള്ളതാണെങ്കിൽ അത് വളരെ കുറച്ചായിട്ട് വരത്തുള്ളൂ, അപ്പോൾ നല്ല സ്കോർ ഉണ്ടാവും. ടഫാകുമ്പോൾ അതുപോലെ തന്നെ കുറയും. എന്നും അങ്ങനെ A+ ഗ്രേഡ് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് നല്ല സങ്കടമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ മെൻറ്ററിനോട് സംസാരിക്കും. അങ്ങനെ ഞങ്ങളുടെ മാം സോണിയ മാം ആയിരുന്നു, അങ്ങനെ പുള്ളിക്കാരനോട് സംസാരിക്കും. അങ്ങനെ അപ്പം അതനുസരിച്ച് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ റാങ്ക് അനാലിസിസ് ടൈമിൽ ജോർജ് സാർ വന്ന് സംസാരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഭയങ്കര മോട്ടിവേഷനായിരുന്നു. പിന്നെ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം തെറ്റിയതെല്ലാം അതിലെഴുതിയിട്ട് അതിൻ്റെ കറക്ഷൻ കണ്ടുപിടിച്ച് അതിൽ ഇപ്പോൾ അറിയാത്ത ഇക്വേഷൻ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ അതൊക്കെ എഴുതി അങ്ങനെയായിരുന്നു പഠിച്ചു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇവൻച്വലി പയ്യെ കയറി വരാൻ സാധിച്ചു. സോ ക്വസ്റ്റ്യൻസ് ഒക്കെ മോള് കൂടുതൽ വർക്കൗട്ട് ചെയ്യും? ക്വസ്റ്റ്യൻസ് PYQ ബുക്കും പിന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പം നമുക്ക് കിട്ടിയ മോഡൽ എക്സാമിൻ്റെ തന്നെ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് അതപ്പോൾ അടുത്ത എക്സാമിന് ഈ തെറ്റ് വരാതിരിക്കാൻ അവിടെ എന്താ കെയർലെസ്നെസ് കാണിച്ചേ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് അങ്ങനെയാണ് പോയത്. സോ ഇപ്പം മോള് പറഞ്ഞല്ലോ മോഡൽ എക്സാംസിനെ പറ്റി. അപ്പം മോഡൽ എക്സാംസിനെ എപ്പോഴും കുട്ടികൾ പറയുന്ന ഒരു മെയിൻ കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഒത്തിരി ബാക്ക്ലോഗ്സ് ഉണ്ടാകുന്നതാണ്. അപ്പം വീക്കിലി എക്സാം ഒക്കെ ആയിട്ടുണ്ടെങ്കിലും അവർ പെൻഡിങ് വെച്ച ചാപ്റ്റേഴ്സ് മോഡൽ എക്സാം ആകുമ്പോഴായിരിക്കും ഇവർ മൊത്തത്തിൽ തീർക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത്. അപ്പോഴും അവർക്ക് ചിലപ്പം മിക്കവാറും കുട്ടികൾക്ക് ബാക്ക്ലോഗ്സ് ഉണ്ടാകുന്നുണ്ട്. സോ മോള് എങ്ങനെയാണ് അതൊക്കെ ഒന്ന് മീൻസ് ഓവർകം ചെയ്തിട്ട് അതെല്ലാം അപ് ടു ഡേറ്റ് ആക്കി എടുത്തത് എങ്ങനെയാണ്? ഞാൻ അങ്ങനെ വീക്ക്ലി എക്സാംസ് ഒന്നും അങ്ങനെ മുടക്കിയിട്ടില്ല. ഓൾമോസ്റ്റ് അധികം ബാക്ക്ലോഗ്സ് ഉണ്ടായിട്ടില്ല. വളരെ ചെറിയ ടോപ്പിക്സ് അങ്ങനെയൊക്കെ ബാക്ക്ലോഗ്സ് വന്നിട്ടുള്ളൂ. അതെനിക്ക് ആദ്യം ഒരു കൺസേൺ ഉണ്ടായിരുന്നു, എങ്ങനെ മോഡൽ എക്സാം ഈ എല്ലാതും ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ അത് തീർക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പയ്യെ നമ്മളത് മാനേജ് ചെയ്തു. പിന്നെ അങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാണ് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് ബുദ്ധിമുട്ടുള്ളത് പിന്നെ ബാക്ക്ലോഗ്സ് ഉള്ളതൊക്കെ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെക്കുക. ഓൾറെഡി എവിടേക്കാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിനുശേഷം നമുക്ക് കൂടുതൽ അറിയുന്ന ടോപ്പിക്സിലേക്ക്
പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ എന്താ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ. ആദ്യമൊന്നും എല്ലാ എക്സാമിനും എല്ലാതും നോക്കിയിടുന്നല്ല പോവാം. അപ്പോൾ ഈ എക്സാമിന് ഞാൻ നോക്കാത്ത ഭാഗങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് പിന്നീട് ആ എക്സാം, ഇപ്പോൾ വീക്ക്ലി എക്സാമൊക്കെ ആ ടോപ്പിക്ക് ഞാൻ പഠിക്കാതെ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ ഓണത്തിന് ക്രിസ്മസിനൊക്കെ ചിലപ്പോൾ അതേ ടോപ്പിക്ക് വേണ്ടി വരും. അപ്പം ഞാൻ അത് പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മോഡൽ വന്നപ്പോൾ നമുക്ക് ഒരു ടോപ്പിക്ക് തന്നെ പല പ്രാവശ്യം നോക്കാനുള്ളൊരു ടൈം കിട്ടി. അപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് ബാക്ക്ലോഗ്സ് അങ്ങനെയാണ് കവർ ചെയ്ത് പോയിട്ടുള്ളത്. സോ ഇപ്പം ഫുള്ള് സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിൻ്റെ കാലമല്ലേ, അപ്പം റാണിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു റിപ്പീറ്റഡ് ചെയ്ത സമയത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരുന്നു? എൻ്റെ കേസിൽ അങ്ങനെ ഭയങ്കര ഒരു പെർഫെക്റ്റ് ഒരു കറക്റ്റ് ഓർഡറിലുള്ള ഡേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ രാവിലെ എണീക്കും, അപ്പം ഞാൻ പ്ലാൻ ചെയ്യും എന്ത് ചെയ്യണം, അന്ന് എന്ത് പഠിക്കണം, അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു പ്ലാൻ അങ്ങനെ വെച്ച് പോണ ഒരാളല്ല. പക്ഷെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകണം, എന്നാലുള്ള നമുക്ക് നീറ്റൊക്കെ അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അല്ല പോയിണ്ടായിരുന്നത്. ഞാൻ രാവിലെ എണീക്കും, രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ക്ലാസ്സിന് പോകും. ഞാൻ രാവിലെ എണീറ്റ് പഠിക്കുന്ന ആളല്ല, അപ്പോൾ ഞാൻ രാവിലെ അങ്ങനെ ചെയ്യും. പിന്നെ ക്ലാസ്സിന് പോയിട്ട് ചിലപ്പോൾ നമുക്ക് ഫ്രീ ടൈം അങ്ങനെ വല്ലതും കിട്ടുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യായിരുന്നു. ഞാൻ മെയിനായിട്ട് വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ് ഇരുന്ന് ചെയ്യായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഐഡിയ ആയിരുന്നു. അവൾ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഈ വർക്ക് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇരുന്ന് ചെയ്യും. അതായത് സ്റ്റെപ്സ് ഒക്കെ ആയിട്ട് നമ്മൾ എഴുതും. എന്നിട്ട് എപ്പോഴെങ്കിലും നമുക്ക് ഫർദർ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് അപ്പോൾ ലൈക്ക് നമ്മളപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിൾ സ്റ്റെപ്സിലൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ആ സ്റ്റെപ്സ് എന്താവും എങ്ങനെയാണ് ചെയ്തേ ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോൾ അതൊക്കെ 2 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഫ്രഷ് ആയിട്ട് ആ ചാപ്റ്റർ പഠിച്ചിട്ട് വരുമ്പോൾ ഒക്കെ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ഫ്രീ ടൈമിൽ നമ്മൾ ഇരുന്നിട്ട് ഇതുപോലെ A4 എടുത്തിട്ട് വർക്ക് ബുക്കൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് നമുക്ക് ലഞ്ച് ബ്രേക്ക് അത്ര ടൈമൊന്നുമില്ല. ലഞ്ച് ബ്രേക്ക് പിന്നെ പ്രത്യേകിച്ച് പഠിക്കണം അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹോസ്റ്റലിൽ വരുന്നത്. ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ട് മാക്സിമം നേരത്തെ തന്നെ പഠിക്കാതിരിക്കാറുണ്ട്. എന്നിട്ട് വൈകുന്നേരം കുറച്ച് എന്തെങ്കിലുമൊക്കെ ലൈക്ക് ഞാൻ വീക്ക്ലി എക്സാംസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ റിപ്പീറ്റിന് മുന്നേ ഞാൻ ഇവിടെ +1 +2 ഒക്കെ ഇൻ്റഗ്രേറ്റഡ് പഠിച്ചത്. അപ്പം എനിക്ക് ഏകദേശം ടോപ്പിക്സിന് ഒറ്റൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക വീക്ക്ലി എക്സാംസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വൈകുന്നേരം വന്നിട്ട് പഠിക്കാറ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഡേ. പിന്നെ ഞാൻ ലേറ്റ് നൈറ്റ് ചില ദിവസങ്ങളിൽ ഇരിക്കും, ചില ദിവസം എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഡേ. സോ ലാസ്റ്റായിട്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, 2026 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുണ്ടല്ലോ, സോ അവരോട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടേതായിട്ടൊരു സജഷൻ പറയാനായിട്ടുള്ളത്? എൻ്റെ ഒരു ഒപ്പീനിയനിൽ മെൻ്റൽ ഹെൽത്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുറേ മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ്സും ഭയങ്കര ബേൺ ഔട്ടും അറ്റ് വൺ പോയിന്റ് നമ്മൾ വായിക്കുന്നത് എന്താണെന്നും കൂടി നമുക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നോക്കുക, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്ത് മൈൻഡ് റിഫ്രഷ് ചെയ്തിട്ട് വേണം തിരിച്ചിതിലേക്ക് വരാൻ. അധികം സ്ട്രെസ് എടുത്ത് തലപ്പുണ്ണാക്കാണ്ടിരിക്കുന്നതാണ് നല്ല പോയിന്റ്. എനിക്ക് പറയാനുള്ളത് കമ്പാരിസൺ പാടില്ല. ഇപ്പം നമ്മൾ നമ്മുടെ എബിലിറ്റി വെച്ചിട്ട് മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ എബിലിറ്റീനെ ട്രസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം നമ്മൾ പഠിച്ച് അത് വിജയിക്കണമെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവും. നമുക്കിപ്പോൾ എവിടെയാണ് തെറ്റ് പറ്റി അതൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ബ്രില്യൻ്റിലായാലും പാരൻസുമായിട്ട് സംസാരിക്കാം, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസും ഒക്കെ വർക്കൗട്ട് ചെയ്ത് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. വേറെ സ്ട്രെസ് ഒന്നും നോക്കണ്ട. ബിലീവ് ഇൻ യുവർ സെൽഫ്. അത്ര തന്നെയുള്ളൂ. എനിക്ക് നേരത്തെ പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. ബാക്ക്ലോഗ്സ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അത് ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ഈ സമയങ്ങളിൽ ക്ലിയർ ചെയ്യാൻ നോക്കണം. അപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒന്നുകൂടി സ്ട്രോങ്ങർ ആക്കാൻ കൂടിയും ട്രൈ ചെയ്യണം. എനിക്ക് പറയാനുള്ളത് എക്സാം എഴുതുമ്പോഴുള്ള സ്ട്രെസ്സാണ്. അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് മാക്സിമം നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് എക്സാം എഴുതാം. കാരണം എത്ര പഠിച്ചാലും നമ്മൾ ആ എക്സാമിൻ്റെ ടൈമിലുള്ള സ്ട്രെസ്സ് മാറ്റാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അവിടെ ചെന്നിട്ട് ഈ ടെൻഷൻ കാരണം കുറേ എണ്ണം മാറി മാർക്ക് ചെയ്യുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മാക്സിമം ആ സമയത്ത് നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഫൈനൽ എക്സാം നീറ്റ് എത്തുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാ മോഡൽ എക്സാംസും മാക്സിമം എഴുതുക. അത് നമ്മൾ നീറ്റ് എഴുതുകയാണെന്നുള്ള രീതിക്ക് തന്നെ പോയിട്ട് എക്സാം എഴുതുക. ഞാൻ അങ്ങനെ ആയിരുന്നു, നീറ്റാണ് എന്നുള്ള രീതിക്ക് പോയിട്ട് എക്സാം എഴുതുക. ആ ഒരു കോൺസെൻട്രേഷൻ ആ ഒരു ഇതിൽ പോയിട്ട് എഴുതുക. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ലാസ്റ്റ് എത്തുമ്പോഴേക്കും നമുക്കത് ശരിയാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. സോ ഇത്രയും നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഈ കൊച്ചു മിടുക്കൾക്ക് ഒരു വലിയ താങ്ക് യു. അതേപോലെ തന്നെ 2026 നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ വക
All the best. Brilliant Study Center, India's #1 coaching center for NEET and JEE.